പടച്ചോന്റെ കണക്കിന് ഒരു വലിയ സ്ഥാനമുണ്ട് സ്വർഗത്തിൽ. പക്ഷെ അതിലേക്കുള്ള ഒരു സബബാണല്ലോ ഈമാനും അമലു സ്വാലിഹാത്തും. ഈ അമലു സ്വാലിഹാത്ത് ഉണ്ടെങ്കിലും ആ സ്ഥാനത്തേക്ക് എത്താൻ മാത്രമുള്ള അമലൊന്നുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പരീക്ഷണങ്ങൾ നൽകും. ഫീ നഫ്സിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി. ഒന്നുകിൽ സ്വന്തം ശരീരത്തിൽ പരീക്ഷണം, രോഗം വന്നു, അല്ലെങ്കിൽ സമ്പത്തിൽ, അല്ലെങ്കിൽ മക്കളിൽ, സന്താനങ്ങളിൽ അല്ലാഹു തആല പരീക്ഷണം നൽകുന്നു. സുമ്മ സബ്ബറഹു അലാ ദാലിക. എന്നിട്ട് അല്ലാഹു തആല അത് ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുക്കും. അപ്പോൾ ക്ഷമിക്കും. ഈ ക്ഷമിച്ചതിന് അവന് അല്ലാഹു കൂലി കൊടുക്കും. രോഗിയായി കിടക്കുമ്പോ 24 മണിക്കൂറും പ്രതിഫലം കിട്ടുകയാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ 24 മണിക്കൂറും പ്രതിഫലം കിട്ടുകയാണ്. അവന് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നോക്കുക, പഠിച്ചോനെ ശിഫയാക്കി കൊടുക്കണേ, അല്ലാഹു ശിഫയാക്കി കൊടുക്കണേ. ഓന് സോക്കൽ കൊടുത്തതിനാണ്. ആ സ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നന്മയുടെ തുലാസ് ഒരുപാട് ഭാരം കൂടാനുണ്ട്. സുഖപ്പെട്ടാൽ പിന്നെ അത് കിട്ടുന്നതിനോ. അതിന് പകരം ഓന് വേണ്ടി കുറെ ആള് തോന്നിക്കുന്നു. ഇതിനെല്ലാം കൂലി കൊടുക്കുന്നു. അവൻ ക്ഷമിക്കുന്നു, അതിന് കൂലി കൊടുക്കുന്നു. രോഗം വന്നു, അതിന് പ്രതിഫലം കൊടുക്കുന്നു. ഈ കൂലൊക്കെ പാടെ വന്നുകൂടുമ്പോ നന്മയുടെ ഭാഗം ഭാരമേറുന്നു. അവന്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. തിന്മയുടെ ഭാഗം ഭാരമില്ലാതായി മാറുന്നു. അങ്ങനെ ആ മൻസയിലേക്ക് റബ്ബ് അവനെ എത്തിച്ചു കൊടുക്കുമെന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തു.